ക്ലാസ് 3 മാത്സ് രൂപങ്ങൾ വരയ്ക്കാനുണ്ടോ? ഓരോ ചിത്രത്തിനകത്ത് ഓരോ രൂപങ്ങൾ വരച്ചിരിക്കുന്നുണ്ടോ? ഇതുപോലെ നിങ്ങൾക്കും വരയ്ക്കാം. പ്രവേശനോത്സവം. അനുവും സുബിയും 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നു. തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ. ഗവൺമെൻറ് LP സ്കൂൾ. തോരണത്തിലെ ഓരോ രൂപവും എത്ര വീതമെന്ന് എഴുതൂ. നോക്കേ. സമചതുരം, ത്രികോണം, വൃത്തം. അത് എത്രയൊക്കെയാണെന്ന് എഴുതണം. എണ്ണി നോക്കിയിട്ട് എഴുതണം. ആശംസാ കാർഡ്. ഈ വർഷം പുതിയതായി വന്ന വിധുവിന് ആശംസാ കാർഡ് കൊടുക്കണം. സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ചും ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ്. നിങ്ങളും സഹായിക്കൂ. ചിത്രത്തിലെ പൊട്ടിനോട് ചേർന്ന് ചുറ്റും അതേ വലുപ്പത്തിലുള്ള എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയും? 4 എണ്ണമോ 5 എണ്ണമോ ഒട്ടിക്കാം. ഞാൻ ഊഹിച്ചത് പൊട്ടുകൾ ഒട്ടിച്ചപ്പോൾ കിട്ടിയ എണ്ണം. നിങ്ങളും അതുപോലെ നോക്കി ഒട്ടിക്കണം. വിധുവിന് സ്വാഗതം. ആ കാർഡിനകത്ത് വിധുവിന് സ്വാഗതം എന്നും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കും വരയ്ക്കാം. ഓരോ രൂപങ്ങൾ വെച്ചും വട്ടങ്ങളൊക്കെ വെച്ച് ത്രികോണങ്ങളും എല്ലാം വെച്ച് നമുക്ക് ഓരോ രൂപങ്ങൾ വരയ്ക്കാം. ഇവിടെ ഒരു രൂപം കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കുന്നുണ്ട്. അവിടെ സൂര്യനെ വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വട്ടം വരച്ചത്? മറ്റേതൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം? തോണിയിൽ എന്തൊക്കെ? വിധുവിന് ആശംസാ കാർഡ് ഇഷ്ടപ്പെട്ടു. അവൻ തൻ്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു. കണ്ടോ? തോണിയിലിനകത്ത് ഏതൊക്കെ രൂപങ്ങളുണ്ടെന്ന് നോക്കേ. തോണി നിവർത്തിയത് നോക്കൂ. അതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട്? രൂപങ്ങളുടെ എണ്ണം എഴുതി പട്ടിക പൂർത്തിയാക്കും. രൂപം. ഇതിനകത്ത് ഏതാ? ചതുരം. ഇതിനകത്ത് എത്ര ഉണ്ട്? എണ്ണം 2. അടുത്തത് നോക്ക്. ത്രികോണം. എത്ര? 4 എണ്ണം. കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് കിട്ടിയ രൂപങ്ങൾ അനു നോട്ട് ബുക്കിൽ ഒട്ടിച്ചത് നോക്കൂ. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കാണ്ട്. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് നമുക്ക് ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ചതുരം 2ആയി മുറിച്ചെടുത്ത് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കൂ. എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം? ഇനി 4ആയി മുറിച്ചെടുത്ത് ചെയ്തു നോക്കൂ. ഇങ്ങനെ വെച്ച് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കാം. ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാം. രൂപങ്ങൾ ഉണ്ടാക്കാം. അനുവും കൂട്ടുകാരും ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ച് ചതുരം, ത്രികോണം എന്നിവയാണ് ഉണ്ടാക്കിയത്. നോക്കൂ. ഒരേ നീളമുള്ള 24 ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കൂ. എണ്ണം പട്ടികയിൽ എഴുതൂ. രൂപം, എണ്ണം. ത്രികോണം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ വേണം? 8 എണ്ണം വേണ്ടി വന്നു. ചതുരത്തിനോ? 6. ചതുരം, ത്രികോണം ഇവ ഇവിടെ വരച്ച് ചേർക്കൂ. ചതുരം, ത്രികോണം നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച് ചേർക്കണം. ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചു? അത് എഴുതുകയാണ്. നിങ്ങൾ എത്രയാണോ ഉപയോഗിച്ച് അത് എഴുതണം. ഒരു ത്രികോണം ഉണ്ടാക്കാനോ ചതുരം ഉണ്ടാക്കാൻ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതണം. ത്രികോണം ഉണ്ടാക്കാൻ എഴുതണം. ടൈലിലെ ചിത്രങ്ങൾ. വിദ്യാലയത്തിന് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈൽ പതിച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? കുട്ടികൾ വരച്ചത് നിറം നൽകി ടൈൽ ഡിസൈനുകൾ നോക്കൂ. അനു വരച്ചത് കണ്ടോ? സുബി വരച്ചത്, വിധു വരച്ചത്. ഇതിനൊക്കെ ഓരോരോ രൂപങ്ങളുണ്ട്. ചുവടെ തന്നിട്ടുള്ള കുത്തുകൾ പതിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കി നിറം കൊടുക്കൂ. കുത്തുകൾ എങ്ങനെയെല്ലാം ചേർത്ത് വരയ്ക്കാമെന്ന് ആലോചിക്കണം. ചതുരത്തിൽ വരയ്ക്കാം, ത്രികോണത്തിൽ വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ കളറൊക്കെ അടിച്ച് മനോഹരമാക്കി വയ്ക്കണം. കുത്തുകളിട്ട വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപങ്ങൾ എന്താണ്? കണ്ട? ആദ്യത്തെ രൂപം ഏതാ? ത്രികോണം. അടുത്തതോ? B ചതുരം. C സമചതുരം. അടുത്ത് നോക്കേ. താഴെ തന്നിട്ടുള്ള രൂപങ്ങളെ ഒരു വര വരച്ച് 2 ത്രികോണമാക്കുക. വരച്ചു നോക്കൂ. കഴിയാത്തവ എന്തെല്ലാം? കണ്ട? ഇങ്ങനെ വരയ്ക്കണം. ആൻസർ ഏതാ? ഇതിൻ്റെ ആൻസർ കഴിയാത്തവ D ആണ്. ഇതിന് കഴിയത്തില്ല. അടുത്തത് നോക്കൂ. അടുത്തതാര്? വരച്ച് ചേർക്കുക. കണ്ടോ? ഇതുപോലെയുള്ള വേറെ പാറ്റേണുകൾ വരയ്ക്കാം. ഇതൊക്കെയാണ് പാറ്റേണുകൾ. ഉണ്ടോ? ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ. ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്തെല്ലാം രൂപങ്ങളുണ്ട്? അതാണ്ട് ഇതിനകത്ത് ഏതൊക്കെ രൂപങ്ങളുണ്ട്? ചതുരമുണ്ട്, ത്രികോണമുണ്ട്, വട്ടമുണ്ട്. നിങ്ങളുടെ സ്കൂളിലും പരിസരത്തുമുള്ള താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തുക. ചതുരം. ഏതൊക്കെയാണ് ചതുരം? മേശ, കറുത്ത ബോർഡ്, ബുക്ക്. ത്രികോണോ?
വട്ടത്തിൻ്റെ പകുതി ചാർട്ട്. വട്ടം, ക്ലോക്ക്, സ്കൂൾ ബെല്ല്, പാത്രം. പട്ടത്തിൻ്റെ പകുതി ചാർട്ട്. പകുതി. മരക്കട്ട രൂപങ്ങൾ. അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ കളിക്കുക. ആരാണ് ഏറ്റവും ഉയരത്തിൽ അടുക്കിയത്? കണ്ടോ? ചതുരക്കട്ടയുടെയും ഗോളത്തിൻ്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെഴുതുക. ചതുരക്കട്ടകൾ, ഗോളങ്ങൾ. ഇവയുടെ പേരെഴുതണം. ഇഷ്ടികയാണോ? ഒരു ചതുരക്കട്ടയാണ്. പന്തൊരു ഗോളമാണ്. ഇഷ്ടിക എന്തുവാണ്? ഒരു ചതുരക്കട്ടയാണ്. പന്ത് ഒരു ഗോളമാണ്. വെജിറ്റബിൾ പ്രിൻറ്റിംഗ്. പ്രവൃത്തി പരിചയ മേളയിലെ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് മത്സരത്തിൽ ഇത് തയ്യാറാക്കിയ മേശ വിരിയാണിത്. വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചത്. നിങ്ങളും വെജിറ്റബിൾ പ്രിൻറ്റുകൾ തയ്യാറാക്കുക. അത് വെജിറ്റബിൾ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ക്രയോൺ വെച്ചിട്ട്, ക്രയോണല്ല, വാട്ടർ കളർ ഇങ്ങനെ അതിനകത്തോട്ട് മുക്കിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഉണ്ടോ? പല രൂപങ്ങൾ കിട്ടും. വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ. 7-ാം പേജിലെ ചിത്രങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട്? ആ രൂപങ്ങളങ്ങ് എഴുതിയാൽ മതി. ഇതുപോലെയുള്ള മണൽ തട്ടിൽ ഉണ്ടാക്കൂ. അതുപോലെയുള്ള മണൽ തട്ടിൽ ഉണ്ടാക്കാൻ മണ്ണ് വെച്ച് 2 രൂപങ്ങൾ ചേർത്ത് വരയ്ക്കേണ്ട. 2 ത്രികോണം, ചതുരം, വട്ടം എന്നിവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കുക. കണ്ടോ? ഞാൻ കൊടുത്തിട്ട് നിറമൊക്കെ കൊടുക്കാം. ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കണം. കണ്ടോ? ഈ ചിത്രത്തിന് നിറമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കണം കേട്ടോ. ഓക്കേ.